രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കുറിച്ചുള്ള പരാമർശത്തിന്റെ പേരിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിക്കെതിരെ ബി.ജെ.പി. എംപിമാർ തിങ്കളാഴ്ച അവകാശ ലംഘന നോട്ടീസ് അവതരിപ്പിച്ചതായി റിപ്പോർട്ട്. ജനുവരി 31-ന് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതിനിടെ സോണിയാഗാന്ധി രാഷ്ട്രപതി മുർമുവിനെ പാവം എന്ന് പരാമർശിച്ചതാണ് വിവാദത്തിന് കാരണമായത്. ബജറ്റിന് മുന്നോടിയായി രാഷ്ട്രപതി സംസാരിച്ചപ്പോഴാണ് വായിച്ച് ക്ഷീണിച്ച് അവസാനമായപ്പോഴേക്കും സംസാരിക്കാൻ പോലും വയ്യാതായി കഷ്ടം എന്ന് സോണിയാഗാന്ധി പറഞ്ഞത്. സോണിയയുടെ പരാമർശങ്ങൾ രാജ്യത്തിന്റെ പരമോന്നത ഭരണഘടന സ്ഥാനത്തിന് നേരെയുള്ള അവമതിപ്പാണെന്നും ഇതിനെ അപലപിക്കുന്നുവെന്നും ബി.ജെ.പി. അംഗങ്ങൾ പറഞ്ഞു. സോണിയയുടെ വാക്കുകൾ രാഷ്ട്രപതിയെ ആക്ഷേപിക്കുന്നതും അപകീർത്തിപ്പെടുത്തുന്നതും രാജ്യത്തിന്റെ അത്യുന്നത പദവിയുടെ മഹിമ ഇടിച്ചു താഴ്ത്തുന്നതിലുമാണെന്ന് ബി.ജെ.പി. എംപിമാർ പറയുന്നുണ്ട്. സോണിയയുടെ പരാമർശം രാഷ്ട്രപതിക്കെതിരെയാണ്, അതും പാർലമെന്റ് വളപ്പിനുള്ളിൽ വെച്ച്. ആദിവാസി വിഭാഗത്തിന്റെ പ്രതിസന്ധികളെ കുറിച്ച് ഇനിയും മനസ്സിലാക്കിയിട്ടില്ലാത്ത സോണിയയുടെ ആദിവാസി വിരുദ്ധ മനോഭാവമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. വിഷയത്തിന്റെ വ്യാപ്തി കണക്കിലെടുത്ത് സോണിയക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കണമെന്നും എംപിമാർ പറഞ്ഞു. സോണിയയുടെ പ്രസ്താവന ചർച്ചയായതോടെ സോണിയാഗാന്ധിയുടെ പരാമർശത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച് രാഷ്ട്രപതി ഭവനും പ്രസ്താവന ഇറക്കിയിരുന്നു. രാഷ്ട്രപതി ഭവന്റെ അന്തസ്സിനെ മുറിവേൽപ്പിക്കുന്ന വാക്കുകളാണ് കോൺഗ്രസ് നേതാവിൽ നിന്നുണ്ടായതെന്ന് രാഷ്ട്രപതി ഭവൻ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. എന്നാൽ പരാമർശം തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടെന്നും യാതൊരു വിധത്തിലുമുള്ള അനാദരവും സോണിയാഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലെന്നും മകളും എംപിയുമായ പ്രിയങ്ക ഗാന്ധി പറഞ്ഞിരുന്നു. എന്റെ അമ്മയ്ക്ക് 78 വയസ്സാണ് പ്രായം. ദൈർഘ്യമുള്ള പ്രസംഗമാണ് രാഷ്ട്രപതി നടത്തിയതെന്നും അതിനാൽ അവർ ക്ഷീണിതയായിട്ടുണ്ടാകുമെന്നുമാണ് അമ്മ ഉദ്ദേശിച്ചത്. രാഷ്ട്രപതിയെ പൂർണ്ണമായും ബഹുമാനിക്കുന്ന ആളാണ് സോണിയാഗാന്ധി. അവർ നടത്തിയ പരാമർശം തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടത് ദൗർഭാഗ്യകരമാണ്. അമ്മയും രാഷ്ട്രപതിയും ആദരിക്കപ്പെടേണ്ടവരാണ്, നമ്മളെക്കാൾ പ്രായം കൂടിയവരാണ്. സോണിയാഗാന്ധിയെ ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ചതിൽ ബി.ജെ.പി. മാപ്പ് പറയണമെന്നാണ് പ്രിയങ്ക ഗാന്ധിയുടെ വാക്കുകൾ. അതേസമയം പ്രസ്താവന രാഷ്ട്രപതിയോടുള്ള അനാദരവാണെന്നും രാഷ്ട്രപതിയുടെ ഓഫീസിന്റെ അന്തസ്സിനെ കെടുത്തുന്നതാണെന്നുമാണ് രാഷ്ട്രപതി ഭവൻ കഴിഞ്ഞ ദിവസം അപലപിച്ചത്. പ്രസിഡന്റ് ദ്രൗപദി മുർമു പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന്റെയും കർഷകരുടെയും പ്രതിനിധിയാണ്. അവർക്കുവേണ്ടി ശബ്ദമുയർത്താൻ പ്രതിജ്ഞാബദ്ധയാണ്. അതിനാൽ ഒരിക്കലും ഇക്കാര്യങ്ങൾ പറയുന്നത് അവരെ ക്ഷീണിപ്പിക്കില്ല എന്നാണ് രാഷ്ട്രപതി ഭവൻ പ്രസ്താവനയിൽ അറിയിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസും സോണിയാഗാന്ധിക്കെതിരെ രംഗത്തു വന്നു. രാജ്യത്തെ ആദ്യ ഗോത്രവർഗത്തിൽ നിന്നുള്ള വനിതാ പ്രസിഡന്റിനെ അപമാനിക്കുന്നതിന് തുല്യമാണ് വാക്കുകളെന്നും രാജ്യത്തെ വനിതകളെയാകെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണിതെന്നും പ്രധാനമന്ത്രി പറയുകയുണ്ടായി. സത്യത്തിൽ തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ബി.ജെ.പി. സ്വയം ഉണ്ടാക്കിയെടുത്ത തെറ്റിദ്ധാരണ മാത്രമാണിതെന്ന് നിസ്സംശയം പറയാം. ദളിത് വോട്ടുകൾ പെട്ടിയിലാക്കാനുള്ള ബി.ജെ.പിയുടെ പൊറാട്ട് നാടകം മാത്രമാണിതെന്ന് വ്യക്തമാണ്.